കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി അടക്കം 50 പ്രതികൾ. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് CPIM-ഉം അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. പോലീസിന് വീഴ്ചയുണ്ടായി എന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. CPIM ഏരിയ സെക്രട്ടറി PB രതീഷ്, കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്, കൗൺസിലർ സുമാ വിശ്വംഭരൻ, CPIM ലോക്കൽ സെക്രട്ടറി ഫെബീഷ് ജോർജ്, കണ്ടാലറിയാവുന്ന 45 പേർ എന്നിവരാണ് കേസിലെ പ്രതികൾ. കലാരാജുവിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയെന്നാണ് FIR-ൽ പറയുന്നത്. വിഷയത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും അവിശ്വാസ പ്രമേയം വീണ്ടും നടത്താൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ. ഞങ്ങൾക്ക് സുരക്ഷിതമായി കൗൺസിൽ ഹാളിലെത്തി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് അത് വീണ്ടും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ആവശ്യപ്പെടാനാണ്. തങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ച കൗൺസിലറാണ് കലാരാജുവെന്നും ഒരു തരത്തിലുള്ള കയ്യേറ്റവും നടന്നിട്ടില്ലെന്നും നഗരസഭാ വൈസ് ചെയർമാനും CPIM നേതാവുമായ സണ്ണി കുര്യാക്കോസ്. അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി LDF തീരുമാനിക്കുന്നത്. ആ വിവരം അവരോടും കൂടി പറയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ശരി, നമ്മൾ വിട്ടു നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടി ഓഫീസിലേക്ക് വന്നു പറഞ്ഞു. കുറച്ച് പേര് ചെയർപേഴ്സൻ്റെ വണ്ടി കയറി ഞങ്ങളൊക്കെ നടന്നും കൂടി പോന്നു. ഇവിടെ വന്നു, അല്ലാതെ അവരെ ആരും തട്ടിക്കൊണ്ടും പോയിട്ടില്ല, മറ്റൊരു ഉപദ്രവവും നടത്തിയിട്ടില്ല. കലാരാജുവിനെതിരായ അതിക്രമത്തിനും പോലീസ് വീഴ്ചയ്ക്കുമെതിരെ കൂത്താട്ടുകുളത്ത് നാളെ UDF പ്രതിഷേധം സംഘടിപ്പിക്കും. പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആരോപണത്തിന് പിന്നാലെ സംഭവത്തിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്കെതിരെ റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ക്യാമറാമാൻ അദീഷിനൊപ്പം S. ശ്രീകാന്ത്, 24 കൊച്ചി.